പരിസ്ഥിതി സംരക്ഷണം ജാഗ്രതയാക്കി പുതുതലമുറയുടെ ഹരിത പ്രതിജ്ഞ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേരളത്തിന്റെ ഹരിതഭംഗിയും ശുചിത്വവും കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് കുഞ്ഞിക്കൈകളുടെ പരിസ്ഥിതി ദിനാചരണം. മാലിന്യത്തെയും പ്ലാസ്റ്റിക്കിനെയും ഒഴിവാക്കി പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചാണ് കുട്ടികൾ പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തത്. മണ്ണ് മാലിന്യമുക്തമാക്കി മരങ്ങളെ സംരക്ഷിക്കാൻ കുട്ടികൾക്ക് പ്രചോദനമാകുന്ന വിധത്തിലാണ് തിരുമേനി SNDP ALP സ്കൂളിൽ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം PJ ജോസ് സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭൂമിക്കൊരു കുട എന്ന നിലയിലാണ് നമ്മളൊരു മരത്തൈ ഇവിടെ വെച്ച് ഇപ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാ വീടുകളിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഓരോ തൈകൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് പുതിയ തലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുടെയും ബാധ്യതയാണ്. നമുക്കറിയാം, കാലാവസ്ഥയുള്ള വ്യതിയാനം വരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലും നമ്മുടെ ഈ ഭൂമിയിലും ഈ ചെടികളും ഫലവൃക്ഷങ്ങളും അല്ലെങ്കിൽ മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് വർഗീസ് സ്വാഗതം പറഞ്ഞു. 2 ഫലവൃക്ഷങ്ങൾ ഇവിടെ സ്പോൺസർ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ചെറുപുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് ബാങ്കും അതുപോലെ തന്നെ മുൻ അധ്യാപകനായ റിട്ടയർഡ് അധ്യാപകനായ സിറ്റി മാസ്റ്ററും നമ്മുടെ സ്കൂളിൽ ഫലവൃക്ഷങ്ങൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിലുപരിയായി ചെറുപുഴ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ എല്ലാ കുട്ടികളുടെയും വീടുകളിൽ നടുന്നതിനായിട്ട് ആവശ്യമായ ഫലവൃക്ഷങ്ങൾ നമുക്ക് രാവിലെ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. PTA പ്രസിഡന്റ് KC പ്രസൂൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മളീ കാണുന്ന ചുറ്റുപാടും നമ്മുടെ ചെടികളും പൂക്കളും നമ്മുടെ പക്ഷിമൃഗാദികളും എല്ലാം നമുക്ക് ശേഷവും ഇതേപോലൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവണം. നമുക്ക് വരുന്ന തലമുറയ്ക്കും ഇതെല്ലാം ആസ്വദിക്കാനും അവരുടെ എല്ലാം ജീവിത നിലനിൽപ്പിനെല്ലാം അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ ഈ ചുറ്റുപാടെന്ന് പറയുന്നത്. ആ ചുറ്റുപാടിനെ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ മനോഹരമായി പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ഒരു സന്ദേശം കൂടി പരിസ്ഥിതി ദിനത്തിനുണ്ട്. അപ്പോൾ നിങ്ങളാണ് ആ പരിസ്ഥിതി ദിനത്തിൻ്റെ ഏറ്റവും വലിയ പതാകവാഹകരായി മാറേണ്ടത്. ചെറുപുഴ അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് PP ലക്ഷ്മണൻ സ്കൂളിന് വൃക്ഷത്തൈ കൈമാറി. സ്കൂൾ മാനേജർ KD ഉദയൻ, PP ലക്ഷ്മണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഈ പ്രവർത്തനത്തിൽ SNDP സ്കൂളിനോടൊപ്പം ചെറുപുഴ ഇംപ്രൂവ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും പങ്കാളിയാകാൻ സാധിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഹരിത പ്രതിജ്ഞ. എൻ്റെ ജന്മനാടായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും ശുചിത്വവും കാത്തു സൂക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മാലിന്യമുക്തവും സുന്ദരവുമായ ഒരു നാളേക്ക് വേണ്ടി ഞാൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പകരം പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും. എൻ്റെ വീട്ടിലും വിദ്യാലയത്തിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവമെന്നും അജൈവമെന്നും ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് കൃത്യമായി സംസ്കരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പ്രകൃതിയിന്മേലുള്ള ആഘാതം പരിമിതപ്പെടുത്താൻ ഞാൻ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പുനഃചംക്രമണം പ്രോത്സാഹിപ്പിക്കുക എന്നീ ശീലങ്ങൾ എൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ
ഭാഗമാക്കും. എന്റെ വിദ്യാലയവും പരിസരവും ക്ലാസ് മുറികളും എപ്പോഴും വൃത്തിയായും ശുചിയായും നിലനിർത്താൻ ഞാൻ മുന്നിട്ടിറങ്ങും. നമ്മുടെ നാടിനെ ശുചിയായി സൃഷ്ടിക്കുന്ന ഹരിതകർമ്മസേനയോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും മറ്റു സംവിധാനങ്ങളും ഞാൻ പൂർണ്ണമായും സന്നാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വിദ്യാലയത്തെ ഒരു ഹരിത വിദ്യാലയവും അതുവഴി ഒരു മാലിന്യമുക്ത കേരളവും സൃഷ്ടിക്കാൻ ഞാൻ എപ്പോഴും പ്രയത്നിക്കും. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. സ്കൂൾ അധ്യാപിക ടി നിഷകുമാരി നന്ദി പറഞ്ഞു. തൈകൾ നട്ടും അതിനെ ശുശ്രൂഷിക്കാനുമൊക്കെ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരികയൊക്കെ വേണം. അതിനുള്ള ഒരു അറിവും നിങ്ങളിലേക്ക് ഓരോ അറിവും നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയാണ് മുതിർന്നവരായ നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ നമ്മുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാ വൃക്ഷത്തൈകളും ശുശ്രൂഷിച്ച് പരിപാലിച്ച് ഭാവിയിൽ നിങ്ങൾ മുതിർന്ന കുട്ടികളാവുമ്പോൾ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ പരിസ്ഥിതിക്ക് വളരെ ഹരിതാപമായ ഒരു അവസരം ഒരുക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾ വളർന്നു വരണം. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരവരുടെ വീടുകളിലേക്കായി വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.